الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനിയായ കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന നേതാക്കളെ, നല്ലവരായ എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, ഒത്തഗിരിയം ശാഖ കേരളം യൂണിറ്റ് കമ്മിറ്റിയാണ് ഈ ഒരു ആദർശ വിശദീകരണ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്ഥലം ഖതീബ് എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വാഗതഭാഷണം നടത്തണമെന്ന് നമ്മുടെ സീനിയർ വൈസ് പ്രസിഡന്റ് വി അബ്ദുൽ കരീം മൗലവിയും സെക്രട്ടറി ജനറൽ KTCC സാഹിബും ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സ്വാഗതഭാഷണം നിർവഹിക്കുവാൻ വേണ്ടി എണീറ്റ് നിൽക്കുന്നത്. വളരെയേറെ സങ്കടകരവും അതിലേറെ വിഷമകരവുമായ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമി പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നെ പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. 19 കൊല്ലക്കാലം 60 കൊല്ലക്കാലം സംഘടിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമി പ്രസ്ഥാനത്തിന് 1999 ആരംഭിക്കുകയും 2002 പൂർണ്ണമാവുകയും ചെയ്ത ഒരു ഭിന്നിപ്പിന്റെ വേദനയും അതിന്റെ വിഷമവും ദുഃഖവും മാറുന്നതിന് മുമ്പ് സംഘടനക്കകത്ത് മറ്റൊരു പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. സംഘടനാ പ്രവർത്തകരായി ഓടി നടക്കുന്ന ചെറുപ്പനാടുകളിൽ തൊട്ട് ബാലവേദികളിലൂടെയും MSM-ിലൂടെയും ISM-ിലൂടെയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ KNM-ന്റെയും ഒക്കെ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ വിഷമകരവും മനസ്സിനെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന സംഗതികളാണ്. 2002 നമ്മുടെ സംഘടനയിൽ നിന്നും ഭിന്നിച്ചുപോയ മടവൂർ വിഭാഗം, അവർ ഈ സംഘടനയുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള നേതാക്കളെ കൂട്ടത്തിലുണ്ടായിരുന്നു. ISM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ 35 അംഗങ്ങളും ആ ഭാഗത്ത് നിലകൊള്ളുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇസ്ലാമി പ്രസ്ഥാനം നാടിവിടെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായതും സംഘടനാ വിരുദ്ധവുമായ നീക്കങ്ങൾ പല സന്ദർഭങ്ങളിലായി സാഹചര്യങ്ങളിലായി രൂപപ്പെട്ടു വന്നപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പാകെ രണ്ടു പക്ഷവും അവരവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും ശേഷവും സംഘടന പിന്നിച്ചു പോകുന്ന അതിദയനീയമായ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് ഇസ്ലാമി കേരളത്തിന് 10 കൊല്ലം കഴിയേണ്ടി വന്നിട്ടില്ല. അതിനോടനുബന്ധമായി മഹല്ലത്തുകളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയുണ്ടായി. പല സ്ഥലങ്ങളിലും അടിപിടികളും ശണ്ടകളും പള്ളികൾ പൂട്ടലും മിമ്പറുകളിൽ വെച്ച് വലിച്ചിറക്കലും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ഇസ്ലാമി കേരളത്തിനെ നാണിപ്പിക്കുന്ന രൂപത്തിൽ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ ഭാഗമായി പത്തപ്പിരിയത്തും ചില വിശദീകരണ യോഗങ്ങളും മറ്റിതര കാര്യങ്ങളും നടത്തപ്പെടുകയുണ്ടായി. എനിക്ക് ഓർമ്മ വരുന്നതൊന്ന്, ഞാൻ ISM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു വിശദീകരണ യോഗം നടത്താൻ വേണ്ടി പത്തപ്പിരിയം LP സ്കൂൾ ബുക്ക് ചെയ്യുകയും ഞാനും എന്റെ സഹപ്രവർത്തകരായ ആളുകളും ജോഹറിനെ പോലുള്ള ആളുകളുമൊക്കെ
കോഡ് വർക്ക് നടത്തി പലരെയും ക്ഷണിച്ചു. പക്ഷേ ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു വിശദീകരണ യോഗം ഇവിടെ പത്തപ്പിന്യം ഇപ്പോൾ നടത്തേണ്ടതില്ല, നിങ്ങൾ ക്ഷണിച്ചവരോട് മടക്കി പറയുക എന്ന് പറയുകയും വളരെ വിഷമിച്ചിട്ടാണെങ്കിലും നമ്മുടെ മഹല്ലത്തിന്റെ ഒരു നന്മയെ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരെയൊക്കെയാണോ ക്ഷണിച്ചത് അവരോടൊക്കെ മടക്കി പറഞ്ഞു കുറെ കാലങ്ങൾ അങ്ങനെ ഇവിടെ ഖുർആൻ ലേണിംഗ് സ്കൂൾ നടത്തുകയും അത് പൂട്ടിയിടുകയും അവർ തിരിക്കാൻ സമ്മതം കൊടുക്കാതിരിക്കുകയും അങ്ങനെ നോട്ടീസ് ഒട്ടിക്കുകയും പറിക്കുകയും ലബുലോഗുകളും മറ്റു ചില കാര്യങ്ങളും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്ത് പല ഭാഗങ്ങളിലേക്കും എന്നെപ്പോലുള്ള പ്രവർത്തകന്മാർ പല സൃഷ്ടിച്ച യോഗങ്ങളിലേക്ക് KNM-നെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി യാത്ര ചെയ്തിട്ടുള്ളവരാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ചെങ്ങരംകുളം ഭാഗത്തേക്ക്, അതുപോലെ തന്നെ വളയംകുളം ഭാഗം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഒന്നോ രണ്ടോ വാഹനം വിളിച്ച് യാത്ര ചെയ്ത് ഇസ്ലാഹി പ്രസ്ഥാനമെന്ന ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുവാനുള്ള കിടഞ്ഞ പരിശ്രമത്തിലായിരുന്നു നമ്മളൊക്കെ. ഏതായിരുന്നാലും ഭിന്നിപ്പ് അതിന്റെ പൂർണ്ണമായ രൂപത്തിലായി ഒന്നിച്ചു പ്രവർത്തിച്ചവർ, ഒന്നിച്ചു നിന്നവർ, ഒന്നിച്ചു കളിച്ചു വളർന്നവർ, അങ്ങനെയുള്ള ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരായ നമ്മൾ രണ്ടായി പിരിഞ്ഞു. വളരെയേറെ വ്യസനത്തോടുകൂടി സങ്കടത്തോടുകൂടി കൊല്ലങ്ങളോളം മഹല്ലിന്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ചവർ പോലും അവർ പോലും തിരസ്കരിക്കപ്പെടുകയും തഴയപ്പെടുകയും ചെയ്തു. നമ്മുടെ ഈ മഹല്ലത്തിന്റെ സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടി പണം, സ്വത്ത്, ഭൂമി ഇതൊക്കെ നൽകിയ പല സഹോദരങ്ങളും അവർക്ക് അവരുടെ ഗ്രേഡുകൾ മാറ്റി എഴുതപ്പെടുകയും നമ്മുടെ മഹല്ലത്തിൽ ABC എന്നിങ്ങനെ അവരുടെ മെമ്പർഷിപ്പിന്റെ രീതിയിൽ പോലും നമ്മൾ മാറ്റം വരുത്തി. അങ്ങനെ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞു. അതിന്റെ വേദനയും ദുഃഖവും ഇന്നും നമ്മൾ അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഭിന്നിച്ചുപോയ സമയത്ത് ഈ വിഭാഗം അവർ 10-35 ആളുകളെ പുറത്താക്കിയതിന്റെ പേരിൽ ഈ സംഘടനയെ പുലർത്താൻ ആരംഭം കുറിച്ചു. KNM-നെ പുലർത്തി, ISM-നെ പുലർത്തി, MSM-നെയും NGN-നെ പോലും പുലർത്തി. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദ്യത്തെ കേരളത്തിലെ സംഘടിത പ്രസ്ഥാനത്തെ പോലും പുലർത്തി. ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള KNM എന്നവർ അവകാശവാദം ഉന്നയിക്കാൻ ആരംഭിച്ചു. അന്നവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചില ആരോപണങ്ങൾ, ഇവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കുന്നവരാണ്. KNM-ന്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ജിന്ന് പൂജകരും പിശാച് പൂജകരും ജിന്ന് സേവകരെ ആളുകളെ ക്ഷണിക്കുന്നവരുമാകുന്നു എന്ന് മടവൂർ വിഭാഗം ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായി പ്രചരിപ്പിക്കുകയും എന്തിനേറെ എടവണ്ണയിൽ പോലും ഒരുപാട് ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. എടവണ്ണയുടെ പൂതിരിക്ക് മൈതാനത്തിൽ ഒരുപാട് ഖണ്ഡന പ്രസംഗങ്ങൾ അരിമൗലവിക്കും അതുപോലെ തന്നെ അബ്ദുൽ അസീസ് കരിവിലാക്കലിനും മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ M. അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള, അനസ് മൗലവിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തിയതിൽ നിന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഈ മടവൂർ വിഭാഗം ഉന്നയിച്ചു വെച്ച ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അതിശക്തമായ രൂപത്തിൽ മറുപടി നൽകിക്കൊണ്ടാണ് നമ്മുടെ സംഘടന ആ പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ പ്രശ്നം തീർന്നുവെന്ന് തോന്നുന്ന ഘട്ടത്തിലതാ സംഘടനക്കകത്ത്, നമ്മുടെ സംഘടനക്കകത്തു തന്നെ ഈ വാദം ഉന്നയിക്കുന്നവർ രംഗത്ത് വരാൻ തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയിട്ടുള്ള ആളുകൾ ഉന്നയിച്ച വാദഗതികൾ മറ്റൊരു രൂപത്തിലും ഭാവത്തിലും സംഘടനകത്തും പുറത്തുമായി ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പറായിട്ട് 10 വർഷം പിന്നിട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അത് സംബന്ധമായി ചില തീരുമാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയുണ്ടായി.
ഒരുപാട് ചർച്ചകൾ നടന്നു എന്ന് അതിന്റെ എക്സിക്യൂട്ടീവിലും അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി ഒരു തീരുമാന പ്രഖ്യാപനമുണ്ടായ സന്ദർഭത്തിൽ ബാലക് അബ്ദുറഹ്മാൻ മദനിയോട് ഞാൻ ചോദിച്ചു, മദനി, ഈ ഒരു തീരുമാനം വായിക്കാനെങ്കിലും നിങ്ങൾക്ക് സക്കരിയ സ്വലാഹിയെ വിളിച്ചുകൂടായിരുന്നോ? എങ്കിൽ ഈ പ്രശ്നത്തിൽ നമുക്ക് രമ്യമായി പരിഹരിച്ചുകൂടായിരുന്നോ? മുജാഹിദുകൾ ഭിന്നിച്ചു പോയിട്ടില്ല, അവരുടെ അഭിപ്രായങ്ങൾ ഒന്നാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയുന്ന രൂപത്തിൽ ആ തീരുമാനങ്ങളെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വായിക്കുന്നത് ചിലപ്പോൾ വിട്ടു വായിച്ചാലോ. ഞാൻ പറഞ്ഞതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത ആളുകളെ കയ്യിൽ കൊടുക്കണം. അത് വായിക്കുമ്പോൾ എങ്ങനെ അബദ്ധം സംഭവിക്കും? ഒരൈക്യത്തെയും സ്നേഹത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നങ്ങളുടെ മർമ്മമെന്ന് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. ആളുകൾ ചോദിക്കുക, എന്താണ് പ്രശ്നം? ഇതെന്തൊക്കെയാണ് ഞങ്ങൾ കേൾക്കുന്നത്? ചില ആളുകളൊന്നും കേൾക്കാനേ സന്നദ്ധരാകുന്നില്ല. ഞാൻ ഇന്നുള്ളവൻ രണ്ടു ഭാഗത്തുള്ള പ്രസംഗങ്ങളും ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട്. മഞ്ചേരിയിൽ നടന്ന സക്കരിയ സ്വലാഹിയുടെ വിശദീകരണ യോഗവും അതിനുശേഷം കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ അണിനിരന്നുകൊണ്ട് നടന്ന വിശദീകരണ യോഗവും ഇന്നലെ എടവണ്ണയിൽ വെച്ച് നടന്ന യോഗവും അതിനു മുമ്പായി കേരള ജമിയത്തിലുള്ളവയുടെയും നമ്മുടെ മുഴുവൻ പോഷക സംഘടനകളുടെയും സംയുക്തമായ യോഗങ്ങളിൽ വെച്ച് നടത്തിയ വിശദീകരണങ്ങളൊക്കെ കേട്ടിട്ടും എനിക്കും വസ്തുത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നതാണ് പ്രിയമുള്ളവരെ. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലൊരു വിഭാഗം പിരിഞ്ഞുപോയ സന്ദർഭത്തിൽ മടവൂർ വിഭാഗത്തിന് നേരെ നമ്മൾ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ അവർ പ്രബോധനത്തിന്റെ മുൻഗണനാക്രമത്തെ അട്ടിമറിക്കുന്നു എന്ന ഒരാക്ഷേപമായിരുന്നു. പ്രബോധനം ചെയ്യേണ്ട തൗഹീദിന് പകരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു ചില കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് എന്നിട്ടും അത് ഈ തൗഹീദ് പ്രബോധനം എന്ന മുൻഗണനാക്രമത്തെ അട്ടിമറിച്ചു. ഒരർത്ഥത്തിൽ അത്ര ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആക്ഷേപമായിരുന്നില്ല അത്. അതുപോലെ തന്നെ സലഫി പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് സലഫിയത്ത് എന്ന പേര് സ്വീകരിച്ചുകൂടാ എന്ന മടവൂരിലെ വാദഗതികൾ ഇഖ്വാനിസത്തിലേക്കുള്ള നീക്കമാണ് എന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ അവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു വേള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത, ഇസ്ലാമിൽ നിന്ന് മാറിപ്പോകാത്ത ചില ആക്ഷേപങ്ങളായിരുന്നു മടവൂർ വിഭാഗത്തിനെതിരെ ഉന്നയിച്ചിരുന്നതെങ്കിൽ ഇന്ന് കേൾക്കുന്നത് വളരെ ഭയാനകമായ ഒരു ആക്ഷേപമാണ്. ഒരുപാട് മുജാഹിദ് സ്റ്റേറ്റുകളിൽ തൗഹീദിന് വേണ്ടി പ്രഭാഷണം നടത്തുകയും ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തുകയും മറുപടി പ്രസംഗങ്ങൾ നടത്തുകയും മുഖാമുഖങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു കൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പണ്ഡിതനെ കുറിച്ച് അദ്ദേഹം ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്, മുസ്ലിക്കാവുകയാണ് എന്നുള്ള ഒരാക്ഷേപം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമാണ്. ഒരു പണ്ഡിതൻ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു പണ്ഡിതൻ മുസ്ലിക്കായി തീരാൻ ഇത്ര നിസ്സാര കാരണമോ? ഏതായിരുന്നാലും സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുകയാണ്, ഇവിടെ സുന്നികളായിരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ കാണുമ്പോൾ നമുക്ക് അവരോടൊപ്പം നമസ്കരിക്കാൻ തോന്നാറില്ല. അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ശിർക്കൻ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ മുഖം തിരിക്കാറുണ്ട്. അതുപോലെ ഗൗരവതരമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാക്ഷേപം ഈ പണ്ഡിതനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് തെളിവ് കിട്ടേണ്ടതുണ്ട് എന്ന് സാധാരണക്കാരായ പ്രവർത്തകന്മാർ ചിന്തിച്ചു പോകും. അദ്ദേഹം അങ്ങനെ പ്രഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലിപ്പുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. അദ്ദേഹം അങ്ങനെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലേഖനങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു സാധാരണക്കാരായ ആളുകളുടെ വികാരമാകുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹത്തിന് മരണപ്പെട്ടാൽ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്ന് പോലും ചർച്ച നടക്കുമ്പോൾ നമ്മിൽ നിന്നൊരു വിഭാഗത്തെ ശിർക്കാരോപണം നടത്തിക്കൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് സ്ഥിതിവിശേഷങ്ങൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കേറെ വിഷമമുണ്ട്. മടമൂരികൾ ഉന്നയിച്ചിരിക്കുന്ന അതേ ആരോപണങ്ങൾ അവർ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് പല ഭാഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു രീതി
ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം, കേൾക്കണം. എന്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു. എല്ലാം കേൾക്കുകയതിൽ നല്ലതിനെ സ്വീകരിക്കുക എന്ന നിലയ്ക്ക് വിഷയത്തെ പഠിക്കണം, മനസ്സിലാക്കണം. കക്ഷിത്വങ്ങളും വിഭാഗീയതയും അള്ളാഹുവിന്റെ കോടതിയിൽ വിലപ്പോവുകയില്ല എന്ന് നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കിക്കൊണ്ട്, കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് വസ്തുതകളെ മനസ്സിലാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രശ്നത്തിന്റെ മർമ്മത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, യഥാർത്ഥത്തിൽ ഇവിടെ ഈ യാഥാസ്ഥിക വിഭാഗം മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള തെളിവ് പലവിധേനയും അവർ ഉദ്ധരിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരു വിഷയമായി ഭവിക്കുന്ന ഒരു വിഷയമാണല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ മർമ്മവും. മണ്ണാർക്കാട് വെച്ച് നടന്ന സംവാദത്തിലെ വിഷയം അവർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഹാജറാബി സഭാമർവകൾക്കിടയിൽ ഓടുന്ന സന്ദർഭത്തിൽ അവർ ഒരു ശബ്ദം കേട്ടുവെന്നും ആ ശബ്ദം കേട്ട് ദിക്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് അഹീഷ് എന്നെ സഹായിക്കണേ എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്താണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടതും സംസം പുറപ്പെടുവിച്ചതും എന്ന സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. സഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് യാഥാർത്ഥ വിഭാഗം ചോദിക്കും, മലക്കിനോട് സഹായം ചോദിച്ച ഈ പ്രവർത്തനം നിമിത്തം ഹജറാബീവി മുശ്രിക്കത്തായി എന്നാണോ നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇത് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ല, മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾ ഇസ്തിഹാസ് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറക്കെ പറയുകയും, യഥാർത്ഥത്തിൽ അത് നിങ്ങൾ പറയുന്ന ഇസ്തിഹാസക്ക് തെളിവല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് ഇവർ ചോദിക്കും, ഇത് നിമിത്തം അവർ മുശ്രിക്കായോ? ഇല്ല, അവർ മുശ്രിക്കായിട്ടില്ല. ഇമാം നബവിയും അതുപോലുള്ള ആളുകളും ഇതിന് വിശദീകരണം നൽകിയിടത്ത് അവർ മുശ്രിക്കായി എന്ന് നമുക്ക് പറയാവതല്ല എന്നുള്ള നിരക്ക് ഈ വിഷയത്തിലുള്ള ഒരു നിലപാടും ഒരു വിഷയവും ഈ തത്വവുമാകുന്നു യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ ഭവിച്ചു വന്നിട്ടുള്ള വിഷയം. ഇതേ തത്വം തന്നെ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം ശബാബിലൂടെ എഴുതിയിട്ടുണ്ട്. ഈ തത്വത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ മർമ്മമെന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്ന് കൈകാര്യകർത്തൃത്വമുള്ള നിങ്ങളുടെ നേതാക്കളെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ ഭിന്നതയിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, അത് നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം. അഥവാ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടക്കണം.
എന്നതാണ് നമ്മുടെ പ്രമാണം. ആ പ്രാമാണികമായി കാര്യങ്ങളെ മനസ്സിലാക്കി തരാൻ കഴിവുറ്റ പ്രഗത്ഭരായ എന്റെ ബഹുമാന്യരായ ഗുരുനാഥന്മാരാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ എം മദനി, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ കേരള നദ്വത്തുൽ മുജാഹിദ് സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ സലഫി. ഈ പണ്ഡിതന്മാർ ഈ വിഷയത്തെ വസ്തുനിഷ്ഠമായി ആളുകളുടെ സംശയങ്ങളെ ദൂരീകരിക്കുന്ന രൂപത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ ഇവിടെ വിവരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് പക്ഷാന്തരം ചേരാനും ശക്തി ചേരാനും നമ്മൾ ശ്രമിക്കണം. അല്ലാത്തത് ഈ ഒരർത്ഥത്തിലുള്ള കക്ഷിത്വമായി വിഭാഗീയതയായി മാറും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിച്ചു, നമ്മൾ ഇവിടെ തന്നെ മരിച്ചു തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു കരണ്ടില്ലാത്ത വിഷയത്തിന്റെ പേരിൽ തമ്മിൽ കലഹിക്കാനോ തമ്മിൽ കണ്ടകൂടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരുവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിരിക്കാകുവാനോ പാടുള്ളതല്ല എന്ന ആത്മാർത്ഥമായ എന്റെ മനസ്സിന്റെ വേദനയെ നമ്മൾ മാത്രമുള്ള ഒരു സദസ്സിൽ ഞാൻ ഈ രൂപത്തിൽ തുറന്നു പറഞ്ഞു എന്നുള്ളതിൽ എന്നെ നിങ്ങൾ ആക്ഷേപിച്ചത് കൊണ്ടായില്ല പ്രിയമുള്ളവരെ. ഇതെന്റെ സങ്കടമാണ്. ഇനിയും നമ്മൾ രണ്ടു കക്ഷികളായി വേർപിരിയണമോ? ഇനിയും നമ്മൾ പരസ്പരം കലഹിക്കണമോ? ഇനിയും നമ്മൾ പരസ്പരം പള്ളികൾ മാറി താമസിക്കണമോ? എന്തൊരു വല്ലാത്ത ദയനീയമായ അവസ്ഥയാണ് ഈ സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഈ മഹത്തായ പ്രസ്ഥാനത്തിനകത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യത്തിന്റെ കൂടെ നിൽക്കുവാനുള്ള സ്ഥാനവും കഴിവും ഞങ്ങൾക്ക് നൽകണമേ. ഒരു കഴിവുമില്ലാത്ത വിഷയങ്ങളിൽ പരസ്പരം കലഹിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിക്കാക്കുന്ന ഗതികേടിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ റഹ്മാനെ. ഈ സംഘടനയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഇതിന്റെ ആദർശത്തിന് കളങ്കമേൽക്കുന്ന എന്തു പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതാരാവട്ടെ, അല്ലാഹുവേ അവർക്ക് നീ തക്കതായ ശിക്ഷ നൽകി നീ അവർക്ക് ഈ അഹലോകത്തും പരലോകത്തും നിന്യത നൽകണമേ റഹ്മാനായ റബ്ബേ. ഞങ്ങൾക്ക് സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള കരുത്തും ആത്മീയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ നമ്മുടെ ശ്രീ അബ്ദുൽ കരീം മൗലവി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നത് ബഹുമാനായ എം മുഹമ്മദ് മദനി അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനായ എം അബ്ദുറഹ്മാൻ സലഫിയെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.